നമസ്കാരം, എല്ലാവർക്കും ഇമ്മിണി വലിയ കമ്പ്യൂട്ടിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് VPN കുറിച്ചാണ് സംസാരിക്കുന്നത്. ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് ബ്ലോക്ക് ആവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും സർവീസ് കിട്ടാതാവുകയോ ചെയ്താൽ ഉടൻ തന്നെ നോക്കുന്ന സംഗതിയാണ് VPN എന്നുള്ളത്. എന്താണ് ഈ VPN അറിയണ്ടേ? എന്താണ് VPN എന്നും നമുക്ക് മൊബൈലിൽ എങ്ങനെ VPN ഉപയോഗിക്കാമെന്നുമാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ബ്ലോക്ക് ചെയ്ത സൈറ്റുകളെ ആക്സസ് ചെയ്യാനാണ് പൊതുവെ VPN ഉപയോഗിക്കുന്നതെങ്കിലും VPN എന്നുള്ളത് അതിനുള്ളൊരു സംഗതി മാത്രം അല്ല എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. VPN ഒരു വളരെ വലിയൊരു ടോപ്പിക്കാണ്. അതിലേക്ക് ഞാൻ വിശദമായിട്ട് കടക്കുന്നില്ല. എങ്കിലും VPNന്റെ ഒരു ചെറിയ തിയറി ഭാഗം ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് കേൾക്കാൻ താല്പര്യമില്ലാത്തവർക്ക് വേണമെങ്കിൽ അവസാന ഭാഗത്തേക്ക് സ്കിപ്പ് ചെയ്ത് പോവാം. അവിടെ നിങ്ങൾക്ക് എങ്ങനെ മൊബൈലിൽ VPN ഉപയോഗിക്കാം എന്നുള്ളത് പറയുന്നുണ്ട്. ഓക്കെ, എന്താണ് VPN? VPNന്റെ ഫുൾ ഫോം വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് എന്നാണ്. ആ മൂന്ന് വാക്കിൽ തന്നെ അതിന് കാര്യങ്ങളുണ്ട്. വിർച്വൽ ആണ്, പ്രൈവറ്റ് ആണ്, നെറ്റ്വർക്കാണ്. അപ്പം എന്താണെന്നല്ലേ, അതായത് ഇപ്പം നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ ലാൻ ഉണ്ടാവും, അവിടെ കമ്പ്യൂട്ടർ പരസ്പരം കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് പ്രിന്റ് എടുത്ത് അപ്പുറത്തെ കമ്പ്യൂട്ടർ കിട്ടും. ഇപ്പോൾ കമ്പ്യൂട്ടറിലെല്ലാം പരസ്പരം കണക്ട് ആയിരിക്കും. അതാണ് ഒരു സംഗതി. എന്നാൽ ഇതിനെ നമ്മൾ വീട്ടിലിരുന്നിട്ട് ഇതിലേക്ക് ആക്സസ് ചെയ്യുകയാണെങ്കിലോ, അങ്ങനെ ആക്സസ് ചെയ്യുന്നത് ഇത് ഇന്റർനെറ്റിൽ പബ്ലിക്കായി പോകാൻ പാടില്ല. കാരണം ഈ ഡാറ്റ പ്രൈവറ്റ് ആയിരിക്കണം. അപ്പോൾ പബ്ലിക്കായിട്ടുള്ള ഇന്റർനെറ്റ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അതിനകത്തൂടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കിംഗ് ആണ് VPN എന്ന് പറയുന്നത്. അതിനൊരു പ്രോട്ടോകോൾ ഉപയോഗിച്ചുള്ള ഒരു ടണൽ ഉണ്ടാക്കും. ഈ ടണൽ വഴിയാണ് എന്ത് ചെയ്യുന്നത്, ഡാറ്റ ട്രാൻസ്ഫറിങ് നടക്കുന്നത്. അത് മാത്രമല്ല, ഈ ഡാറ്റ എല്ലാം എൻക്രിപ്റ്റഡ് ആയിരിക്കുകയും ചെയ്യും. എൻക്രിപ്റ്റഡ് ആയിട്ടാണ് ഡാറ്റ മുഴുവൻ കൈമാറുന്നത്. അതുകൊണ്ട് തന്നെ സ്പീഡ് ചെറിയ കുറവുണ്ടാവാൻ സാധ്യതയുണ്ട്. VPN ഒരുപാട് സെക്യൂരിറ്റി സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മളൊരു ഡിവൈസിൽ നിന്നും ഇന്റർനെറ്റ് കണക്ട് ചെയ്യുമ്പോൾ അത് നേരിട്ട് ഏത് സെർവറിലാണ് അവിടെ പോയി തിരിച്ചു വരികയല്ല ചെയ്യുന്നത്. മറിച്ച് ഒട്ടനേകം റൗട്ടറുകളുടെയും മറ്റ് ഡിവൈസുകളുടെ എല്ലാം കറങ്ങി തിരിഞ്ഞാണ് അവിടെ എത്തുന്നത്. ഈ VPN ഒരു പ്രത്യേകത എന്നുള്ളത്, VPN ഞാൻ പറഞ്ഞ വലിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ഇടയിൽ ആരെങ്കിലും നുഴഞ്ഞു കയറാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും? ഈ പോകുന്ന പാത്ത് അങ്ങ് മാറ്റി പിടിക്കും. പോകുന്ന റൂട്ടറിലൂടെ അല്ല പോവുക, പിന്നെ മൊത്തം അതിൻ്റെ പാത്ത് മാറ്റി വേറെ വല്ല റൂട്ടറിലൂടെയും ആണ് പോവുക. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള സെക്യൂരിറ്റി ഉള്ള ഒരു സംവിധാനമാണ് VPN എന്നുള്ളത്. VPNൽ പ്രധാനമായിട്ടുള്ളത് VPN ക്ലയന്റും VPN സെർവറുമാണ്. VPN സെർവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെർവറിലാണ് കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ആ സെർവർ വഴിയാണ് കമ്മ്യൂണിക്കേഷൻ പോകുന്നത്. അത് പ്രധാനമായിട്ട് എവിടെയെങ്കിലും ഒരു പ്രധാനപ്പെട്ട സ്ഥലത്ത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഇനി VPN ക്ലയന്റ് ആണ്. VPN ക്ലയന്റ് ആണ് നമ്മൾ മൊബൈലിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന VPN സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് VPN ക്ലയന്റ് ആണ്. ഈ VPN ക്ലയന്റ് VPN സെർവറിനെ ആക്സസ് ചെയ്യുന്നു. പൊതുവെ ആക്സസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ആ VPNന്റെ പാസ്വേഡും യൂസർ നെയിമും ഒക്കെ വേണമെങ്കിൽ അത് കൊടുത്ത് അത് സക്സസ് ആണെങ്കിൽ മാത്രമേ അതുമായിട്ട് കണക്ട് ചെയ്യുള്ളൂ. എന്നാൽ നമ്മളെ ചില VPN സർവീസുകളൊന്നും പാസ്വേഡ് ഇല്ലാതെ തന്നെ നമുക്ക് യൂസർ അക്കൗണ്ട് ഒന്നും ഇല്ലാതെ തന്നെ ലോഗ് ചെയ്യാൻ വേണ്ടി കഴിയുന്നതുണ്ട്. അങ്ങനെ നമ്മൾ VPN ക്ലയന്റ് ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ആ VPN സെർവറിലേക്ക് കണക്ട് ആയിരിക്കുന്നു. അതോടെ നമ്മൾ ആ വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്കിന്റെ ഭാഗമാവുകയും നമ്മൾ നടത്തുന്ന ട്രാൻസാക്ഷൻ മുഴുവൻ ഒരു പ്രത്യേക ടണലിലൂടെ എൻക്രിപ്റ്റ് അയക്കുകയും ആ സെർവറിൽ എത്തുകയും ചെയ്യുന്നു. പിന്നീട് നമ്മുടെ എല്ലാ ട്രാൻസാക്ഷൻസും, നമ്മുടെ എല്ലാ വെബ്സൈറ്റ് സെർച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ആ VPN എന്ന് പറഞ്ഞാൽ ആ സെർവർ വഴിയാണ് പിന്നീട് കാര്യങ്ങൾ നടക്കുന്നത്. മാത്രമല്ല ആ ഒരു നെറ്റ്വർക്കിന്റെ ഭാഗമായി മാറുകയും ചെയ്തു. നമ്മൾ ആക്ച്വലി ഒരു ലാൻ നെറ്റ്വർക്ക് പോലെ നമ്മൾ ആ നെറ്റ്വർക്കിന്റെ ഒരു ഭാഗമായി മാറുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ VPN സെർവറിൽ നിന്നാണ് പിന്നീട് കാര്യങ്ങളൊക്കെ പോകുക എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് നമ്മൾ ഇവിടെ ബ്ലോക്ക് ചെയ്തത് അതിൽ കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യ ഒരു സൈറ്റ് ബ്ലോക്ക് ചെയ്തു. ഇപ്പോൾ ഉദാഹരണത്തിന് കുറച്ചു കാലം മുമ്പ് ടെലഗ്രാം സൈറ്റ് ജിയോ ISPയിൽ ബ്ലോക്ക് ചെയ്യുണ്ടായി. അങ്ങനെ ഇപ്പോൾ ഒരു വാർത്ത വന്ന് ഒരുപാട് പോൺ സൈറ്റുകൾ ബ്ലോക്ക് ചെയ്യുക എന്നുള്ള. അപ്പോൾ ഇത് ബ്ലോക്ക് ചെയ്തത് എങ്ങനെയാണ് കിട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ISP ബ്ലോക്ക് ചെയ്യുന്നത് ഒരു സൈറ്റാണ്, അല്ലെങ്കിൽ ഒരു സൈറ്റിന്റെ അഡ്രസ്സിലേക്കുള്ള റിക്വസ്റ്റുകളാണ് തടയുന്നത്. എന്നാൽ നമ്മൾ VPN സെർവറിലേക്കുള്ള ഇത് തടയുന്നില്ല. അതല്ല ഓൾറെഡി തടഞ്ഞിട്ടുള്ളത്. ആ VPN സെർവർ എന്നുള്ളത് ഈ ISPയുടെ പുറത്ത് വേറെ രാജ്യത്തായിരിക്കുന്നുണ്ടാവുക. പിന്നീട് ആ സെർവറിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, റിക്വസ്റ്റ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്കൊരു ബ്രിഡ്ജായിട്ട് വർക്ക് ചെയ്യുകയും നമുക്ക് ബ്ലോക്ക് ചെയ്ത എല്ലാ സർവീസുകളും കാണാൻ കഴിയും. ഇത് പ്രോക്സി വർക്ക് ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ്. പ്രോക്സിന്റെ ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്ത് വിശദമായിട്ട് ആ വീഡിയോ നിങ്ങൾക്ക് ഇവിടെ കാണാം. എന്നാൽ പ്രോക്സിയിൽ നിന്നും VPN വ്യത്യസ്തമാക്കുന്നത് ഇത് ഒരു ഫുള്ളി പവേർഡ് വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് ആണ് എന്നുള്ളതും എൻക്രിപ്റ്റഡ് ആയിട്ട് ഡാറ്റ കൈമാറുന്നതും തുടങ്ങിയിട്ടുള്ള രണ്ട് സംഗതിയാണ്. ഒരു സർവീസ് മറ്റൊരു സെർവറിൽ നിന്നും ആക്സസ് ചെയ്യുക എന്നുള്ള പരിപാടിയും ഇവിടെ നടക്കുന്നുണ്ട്. പ്രോക്സിയും VPN തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രോക്സിയിൽ എന്തില്ല, എൻക്രിപ്ഷൻ ഇല്ല എന്നുള്ളതാണ്. മാത്രമല്ല പ്രൈവസി കുറവായിരിക്കും. നേരെ മറിച്ച് ഇവിടെ അങ്ങനെയല്ല, നമ്മൾ IP അഡ്രസ്സ് കാണുന്നില്ല, നമ്മൾ ഡാറ്റ പ്രൈവറ്റ് ആയിട്ടാണ് അയക്കുന്നത്, എൻക്രിപ്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ VPN സെക്യൂർ ആണ്. ഇനി നമുക്ക് എങ്ങനെ ഒരു VPN ഉപയോഗിക്കാം
VPN ഒരുപാട് സർവീസുകൾ നൽകുന്ന VPN ഉണ്ട്. നമ്മൾ ചുമ്മാ ഫ്രീ VPN ഒക്കെ സെർച്ച് ചെയ്യുന്ന ഒരുപാട് VPN സർവീസുകൾ കിട്ടും. അത് തന്നെ പെയ്ഡ് ആയിട്ട് പൈസ കൊടുത്ത് ഉപയോഗിക്കാവുന്നതും പൈസ കൊടുക്കാതെ ഉപയോഗിക്കാവുന്നതും അങ്ങനെ ഒരുപാട് സർവീസുകളുണ്ട്, അങ്ങനെ ഉപയോഗിക്കാം. ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ടൊരു VPN സെർവർ ഉണ്ടാക്കിയിട്ട് അതായിട്ട് ഉപയോഗിക്കാം. ചില പ്രധാനപ്പെട്ട VPN സർവീസുകൾ ഒന്ന് ലിസ്റ്റ് ചെയ്യാം. എക്സ്പ്രസ് VPN, ടണൽ ബിയർ, സ്ട്രോങ് VPN, അതുപോലെ തന്നെ VPN ബുക്ക് തുടങ്ങി നിരവധി VPNകൾ അവൈലബിൾ ആണ്. അത് കമ്പ്യൂട്ടറിലും അതുപോലെ തന്നെ മൊബൈലിലും എല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുണ്ട്. ഞാൻ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസിലേക്കൊന്നും കടക്കുന്നില്ല. അത് ഏതാണെന്ന് നിങ്ങൾ ഉപയോഗിച്ച് നോക്കി തീരുമാനിക്കുക. ഞാൻ മൊബൈൽ ഉപയോഗിക്കാൻ കഴിയുന്ന സിമ്പിളായിട്ടുള്ള ലോഗിനൊന്നും ആവശ്യമില്ലാത്ത ഒരു VPN ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിൻ്റെ പേര് തണ്ടർ VPN എന്നാണ്. അപ്പോൾ തണ്ടർ VPN ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അത് കുറച്ച് ഡിറ്റക്റ്റിംഗ് സെർവർ സിഗ്നലൊക്കെ കാണിക്കും, പരസ്യമൊക്കെ വരും, അത് ക്ലോസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി ടാപ്പ് ടു കണക്ട് എന്നുള്ള ഓപ്ഷൻ വരുമ്പോൾ കണക്ട് എന്ന് കൊടുക്കുക. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി കണക്ട് ആവും. ഇപ്പോൾ നമ്മൾ ഒരു VPNലേക്ക് കണക്ട് ആയി കഴിഞ്ഞു. ഇപ്പോൾ മുകൾ ഭാഗത്ത് ടോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാജ്യം കാണാം. ഇപ്പോൾ അത് ഓട്ടോ സെലക്ട് ആണ്, അതായത് സ്പീഡ് ഏതിലാണ് കൂടുതൽ അതിലേക്ക് ഓട്ടോമാറ്റിക് സെലക്ട് ആവും. ജർമ്മനി, നെതർലാൻഡ്, ഫ്രാൻസ്, യുണൈറ്റഡ് കിങ്ഡം, ഇത് ഏത് രാജ്യത്തെ സെർവറിലേക്ക് വേണമെങ്കിലും നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഇത് ഏതിലോ കണക്ട് ചെയ്തോട്ടെ. ഇപ്പോൾ കണക്ട് ആയി കഴിഞ്ഞാൽ മുകൾ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഒരു കീയുടെ ചിഹ്നം മുകൾ ഭാഗത്തായിട്ട് ഇങ്ങനെ കാണും. ആ കീയുടെ ചിഹ്നം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ VPNൽ കണക്റ്റഡ് ആണെന്ന് അർത്ഥം. ഈ സമയത്ത് നിങ്ങൾക്ക് ബ്ലോക്ക്ഡ് ആയിട്ടുള്ള വെബ്സൈറ്റുകളെല്ലാം സന്ദർശിക്കും. ഉദാഹരണത്തിന് ഇത് ജിയോ കണക്ഷനാണ്. ജിയോ കണക്ഷനിൽ telegram.org ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഞാൻ telegram.org ഒന്ന് എടുത്തു നോക്കാം. telegram.org കണക്ട് ആയിട്ടുണ്ട്, VPN വെച്ച് കണക്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത സംഗതികൾ ആക്സസ് ചെയ്യാനും ബ്ലോക്ക് ചെയ്ത ആപ്ലിക്കേഷൻസ് എല്ലാം, ഇപ്പോൾ ഉദാഹരണത്തിന് വാട്സപ്പിൽ കോളോ കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണെങ്കിലൊക്കെ നിങ്ങൾക്ക് ഈ സാധനം ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ ആക്ച്വലി ഇതാണ് VPN എന്ന് പറയുന്ന ഒരു സംവിധാനം. വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അതിൻ്റെ യഥാർത്ഥ ആവശ്യം എന്നുള്ളത് സെക്യൂർ ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കിംഗ് എന്നുള്ളതാണ്. അതുവഴി നമുക്ക് ബ്ലോക്ക്ഡ് ആയിട്ടുള്ള വെബ്സൈറ്റിൽ ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. അതാണ് നമ്മൾ ഇന്നിവിടെ ഈ വീഡിയോയിലൂടെ പരിശോധിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് വീഡിയോകളുമായിട്ട് ഇമ്മിണി വലിയ കമ്പ്യൂട്ടിംഗ് ഇനിയും വരും. അതെല്ലാം കാണാൻ വേണ്ടി ഇമ്മിണി വലിയ കമ്പ്യൂട്ടിംഗ് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ അമർത്തുക. മറ്റു വിഷയമായി വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.